ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു കായപ്പീരയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പീരയാണ്. ഇത് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് കായ എടുത്തിട്ടുണ്ട്. ചെറിയ കായാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിത് വെള്ളത്തിലേക്ക് ഇടാം. അപ്പോൾ ഞാനിതാ ചെറുതേ കനത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. അത് വെള്ളത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കറ പോയതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ കഴുകിയെടുക്കണം. അപ്പോൾ കറ പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് അല്പസമയം മാറ്റി വെക്കാം. ഇനി നമ്മളിതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി തേങ്ങ, ചെറിയ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാടൊന്ന് അരഞ്ഞു പോവാത്ത രീതിയിലൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കായൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം തോത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഇതാ പാത്രം വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. കായ നമ്മൾ ചെറിയ കനത്തിലാണ് അരിഞ്ഞെടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല. വെള്ളം ഒഴിച്ച് കൊടുത്താൽ കുഴഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം തീയിൽ നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയതിന് ശേഷം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ കായൊക്കെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം ഇളക്കിയെടുക്കാനായിട്ട്. അപ്പോൾ തന്നെ കായൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടപ്പൊക്കെ തുറന്ന് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സിമ്പിളായിട്ടുള്ള പീര റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ കാണുന്ന തൊട്ടടുത്ത ബെല്ലൈക്കൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്.